إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 33-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം നോക്കൂ. നിങ്ങൾ വലാ തുക്രിഹു, നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല, ഫതയാത്തിക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളെ, അതായത് ഭൃത്യകളെ, ദാസികളെ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. എന്തിന് നിർബന്ധിക്കാൻ പാടില്ല? അലൽ ബിഗാഇ, തോന്നിവാസത്തിന്, അതായത് ദുർവൃത്തിക്ക് വേണ്ടി, അതായത് വ്യഭിചാരത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം നോക്കൂ. നിങ്ങൾ ജാഹിലിയ കാലത്ത് ചില അറബികൾ അങ്ങനെ ചെയ്തിരുന്നു, ആ മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നു. അവരുടെ കീഴിലുള്ള അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന് വേണ്ടി അവർ പ്രേരിപ്പിച്ചിരുന്നു. അതിൽ നിന്നും വരുമാനമുണ്ടാക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ഇൻ അറദിന തഹസ്സുനൻ, ആ അടിമ സ്ത്രീകൾ ചാരിത്ര സംരക്ഷണത്തിന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ചാരിത്ര സംരക്ഷണം പാലിക്കാൻ വേണ്ടി അവരെ അനുവദിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചും കൊണ്ട് അറദൽ ഹയാത്തിദ് ദുനിയ, ഈ ഐഹികമായ ദുനിയാവിന്റെ വിഭവങ്ങൾ ആഗ്രഹിച്ചും കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു താക്കീതാണ് നൽകുന്നത്. അത്തരം വരുമാനം നീചമായതാണ്, നികൃഷ്ടമായതാണ്, ഒരിക്കലും അത് ഹലാലായതല്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി ആരെങ്കിലും അങ്ങനെ ആ അടിമ സ്ത്രീകളെ നിർബന്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ബഅദി ഇക്റാഹിന്ന, ആ നിർബന്ധത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിതരായിക്കൊണ്ട് വ്യഭിചാരത്തിലേക്ക് തള്ളിവിടപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് കരുണ ചെയ്യുകയും ചെയ്യും. അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാധിതയുമായി അവർ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര നിർബന്ധിക്കപ്പെടുന്ന അടിമ സ്ത്രീകൾക്ക് അവർക്ക് പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമെന്നാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം നീചവൃത്തികൾ, നീചപ്രവൃത്തികളുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും മുസ്ലിമീങ്ങൾ മുന്നോട്ട് വരരുതെന്നാണ് ഈ ആയത്തിൽ കൂടി ശക്തമായ നിരോധനമാണ് നൽകുന്നത്, തക്കീതാണ് നൽകുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.